അടുത്ത ചാപ്റ്ററാണ് മൈക്രോബ്സ് ഇൻ എ ഹ്യൂമൻ വെൽഫെയർ. മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണിത്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ദ റിജക്ഷൻ ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിംഗ് ഇൻ എ ഹ്യൂമൻ ഈസ് പ്രിസർവ്ഡ് ബൈ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഏതാണ് ഉപയോഗിക്കുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആസ്പിറിൻ, സൈക്ലോസ്പോറിൻ, കാൽസിട്ടോണിൻ, ത്രോംബിൻ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോ സപ്രസീവായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്, ഒരു ആൻറ്റിബയോട്ടിക്കാണ്. സൈക്ലോസ്പോറിനാണ് അവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സൈക്ലോസ്പോറിനാണ്. ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റാണ് ഈ സൈക്ലോസ്പോറിൻ. ആസ് എ ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് അവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the viruses of the genus Nucleopolyheterovirus are employed as. Nucleopolyheterovirus ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒന്ന് ഓപ്ഷനകത്ത് ഗോവർ ഗ്യാസ് പ്രൊഡ്യൂസേഴ്സ്, രണ്ടാമതിനകത്ത് ബയോളജിക്കൽ കൺട്രോൾ ഏജൻറ്റ്, 3 അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ, ലാസ്റ്റ് വൺ ഈസ് ആൻറ്റിബയോട്ടിക്. ഇവിടെ ന്യൂക്ലിയോ പോളി ഹെട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്യുലോ വൈറസ് ആണിത്. അത് കൂടുതലായിട്ട് ഒരു ബയോളജിക്കൽ കൺട്രോൾ ഏജൻ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻസെക്ട്സിനെയും പെസ്റ്റിനെയും നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വൈറസാണ് ഇത്, ന്യൂക്ലിയോ പോളി ഹെട്രോ വൈറസ്. അതിന് മറ്റൊരു പേരാണ് ബാക്യുലോ വൈറസ് എന്ന പേരിൽ അവിടെ അറിയപ്പെടുന്നത്. നോക്കാം, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ദ ഗട്ട് ഓഫ് ദ കൗ ആൻഡ് ബഫല്ലോ പൊസസ്. കൗവിൻ്റെയും ബഫല്ലോയുടെയും ഗട്ടിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്താണ്? മെഥനോജൻസ് ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനകത്ത് സൈനോ ബാക്ടീരിയ, മൂന്നാമത്തിനകത്ത് ഫ്യൂക്കസ് സ്പീഷീസ്, ലാസ്റ്റ് വൺ ഈസ് ക്ലോറല്ല സ്പീഷീസ്. അപ്പം കൗവിൻ്റെയും ബഫല്ലോയുടെയും ഗട്ട്സിനകത്ത് വരുന്നത് മെത്തനോജൻസ് ആണ്. മീഥൈൻ ബാക്ടീരിയ, മെത്തനോ ബാക്ടീരിയ എന്നുള്ളത്. കാരണം അതിൻ്റെ ഈ ഗട്ടിനകത്ത് സെല്ലുലോസ് എന്ന സാധനമുണ്ട്, ഡീകമ്പോസ് ചെയ്യാനാണ് ഈ മെത്തനോജൻസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ പ്രധാനമായിട്ടും അവിടെ സഹായിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ ഈസ് മെത്തനോജൻസ് എന്നാണ്, മീഥൈൻ ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൊണാസ്കസ് പർപ്യൂറസ് ഇസ് എ ഈസ്റ്റ് യൂസ്ഡ് കൊമേഴ്സ്യലി ഇൻ ദ പ്രൊഡക്ഷൻസ് ഓഫ്. മൊണാസ്കസ് പർപ്യൂറസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ സ്പീഷീസാണ്, ഈസ്റ്റാണത്. അത് എന്തിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ നോക്കുക, എത്തനോളുണ്ട്, സ്ട്രെപ്റ്റോകൈനസ് ഫോർ റിമൂവിങ് ക്ലോട്ട് ഫ്രം ദ ബ്ലഡ് വെസൽസ്, സിട്രിക് ആസിഡ്, ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ്. അപ്പോൾ ഇവിടെ മൊണാസ്കസ് പർപ്യൂറസ് എന്ന് പറയുന്ന ഫംഗൽ സ്പീഷീസ് പ്രധാനമായിട്ടും ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റായിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത്. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റാണ്. സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസ്പാർജിലസ് നൈഗറാണ്. അതേപോലെ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ബ്ലാസ്റ്റേഴ്സ് എന്നിട്ട് രക്തക്കട്ട നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന സാധനത്ത് പറയുന്നത്. ക്വസ്റ്റ്യനോട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എ പേഷ്യൻ്റ് ബ്രോട്ട് ടു ഹോസ്പിറ്റൽ വിത്ത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഈസ് നോർമലി ഇമീഡിയറ്റ്ലി ടു. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷനകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ആദ്യം എന്താണ് കൊടുക്കുന്നത്? അപ്പോൾ അവിടെ കൊടുക്കുന്നത് സ്ട്രെപ്റ്റോകൈനേസ്. ഇതിന് TPA എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ക്ലോട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് എന്തുപയോഗിക്കുന്നത്? ഈ സ്ട്രെപ്റ്റോകൈനേസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ സൈക്ലോസ്പോറിനും സ്റ്റേറ്റിനൊക്കെ പറഞ്ഞാണ്. സൈക്ലോസ്പോറിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റാണ്. സ്റ്റേറ്റിന് ബ്ലഡ് എന്താണ് കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതാണ് സ്റ്റേറ്റിന് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ സ്ട്രെപ്റ്റോകൈനേസ് ആണ്. അതിൽ അടുത്ത ക്വസ്റ്റിലോട്ട് വരികയാണെങ്കിൽ ഇൻ ഗോബർ ഗ്യാസ് ദ മാക്സിമം എമൗണ്ട് ഈസ്. ഗോബർ ഗ്യാസിനകത്ത് മാക്സിമം എമൗണ്ട് എപ്പോഴും എന്തായിരിക്കും? മീഥൈൻ. കാരണം മെത്തിനോ ബാക്ടീരിയമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്, മീഥൈൻ ആയിരിക്കും. ദ മോസ്റ്റ് കോമൺ സബ്സ്ട്രേറ്റ് യൂസ്ഡ് ഡിസ്റ്റിലൈസർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. എത്തനോളിൻ്റെ പ്രൊഡക്ഷന് ഡിസ്റ്റിലൈസറായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് മൊളാസിസ് എന്ന് പറയുന്ന സാധനമാണ്. ഇതിനകത്ത് ഡിസ്റ്റിലൈസേഷനുണ്ട്, വിത്തൗട്ട് ഡിസ്റ്റിലൈസേഷനുണ്ട്. ഡിസ്റ്റിലൈസേഷനകത്താണ് നമ്മുടെ വിസ്കി, റമ്മ്, ബ്രാൻഡിയൊക്കെ വരുന്നത്. വിത്തൗട്ടിനകത്താണ് വൈൻ, ബിയർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. എ ഗുഡ് പ്രൊഡ്യൂസർ ഓഫ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡിൻ്റെ ഗുഡ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആസ്പാർജിലസ് നൈഗറാണ്. ഗുഡ് പ്രൊഡ്യൂസർ ഓഫ് സിട്രിക് ആസിഡ്. അപ്പോൾ ആസ്പാർജിലസ് നൈഗർ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പാറ്ററൈസേഷൻ ഇൻവോൾവ്ഡ് ഹീറ്റിംഗ് അറ്റ് ഡാഷ് ഫോളോയിങ് ഇൻ എ റാപ്പിഡ് കൂളിംഗ്.
പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ലൂയിസ് പാസ്റ്റർ കൊണ്ടുവന്നാണ് പാല് തിളപ്പിക്കുന്ന പ്രതിഭാസം. അപ്പോൾ അവിടെ റൈറ്റ് ആൻസർ അല്ലെ എത്ര ഡിഗ്രി ചൂടാക്കിയിട്ടാണ് തണുപ്പിക്കുന്നത്. അതുപോലെ എത്ര ആയിരിക്കും? 60 മുതൽ 70 ഡിഗ്രി ഫോർ ദ 13 മിനിറ്റ്സ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് അവിടെ വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ റോങ് മാച്ചിലി, തെറ്റായത് ഏതാണെന്നതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയുടെ ഈസ്റ്റ് സ്റ്റേറ്റിനാണ്, ബിയുടെ അസെക്ടോബാക്ടർ അസറ്റിക് ആസിഡ്, സി ക്ലോസ്ട്രീഡിയം ബോട്ടിക്കുലം ലാക്റ്റിക് ആസിഡ്, ആസ്പാർജിലസ് നൈഗർ എന്ന് പറഞ്ഞ സിട്രിക് ആസിഡ്. അപ്പോൾ ഇവിടെ അറിയാം സ്റ്റേറ്റിനാണ് മൊണാസ്കസ് പർപ്യൂറസ് ആണ്, ഈസ്റ്റ് ആണത്, അത് കറക്റ്റാണ്. അസെക്ടോബാക്ടർ അസിഡ് എന്ന് പറയുന്ന അസറ്റിക് ആസിഡ് അതും റൈറ്റ് ആൻസർ തന്നെയാണ്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്വം എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് അല്ല, ലാക്ടോബാസിലസ് ആണ് ലാക്റ്റിക് ആസിഡ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് റൈറ്റ് ആൻസർ. ആസ്പാർജിലസ് നൈഗർ എന്ന് പറഞ്ഞാൽ സിട്രിക് ആസിഡ് റൈറ്റ് ആൻസർ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് റോങ്ലി മാച്ച്ഡ്. ഇതിനകത്ത് റോങ് ആയിട്ടുള്ള പെയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനകത്ത് ആൽക്കഹോള് നൈട്രോജീനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷനകത്ത് ഫ്രൂട്ട് ജ്യൂസ് പെക്ടിനേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. തേർഡ് ടെക്സ്റ്റൈൽ അമിലേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിറ്റർജൻറ്റ് ലിപ്പേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആൽക്കഹോളിനകത്ത് നൈട്രജൻ വരുത്തില്ല, അതുകൊണ്ട് ഒരിക്കലും ഇത് ആൻസർ റൈറ്റ് ആകത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫ്രൂട്ട് ജ്യൂസിൻ്റെ ക്ലിയറിങ്ങിന് വേണ്ടി ചേർക്കുന്ന ഒരു സാധനമാണ് പെക്ടിനേസ് എന്ന് പറയുന്ന എൻസൈം. അതുപോലെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ അമിലേസ് ഉപയോഗിക്കുന്നുണ്ട്. ഡിറ്റർജൻസിനകത്ത് ഫോർമുലേഷൻ ലിപ്പേസ് എന്ന എൻസൈമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓർഗാനിസം യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസർ ഫോർ റൈസിങ് സോയാബീൻ ക്രോപ്പ്. ഓപ്ഷനകത്ത് അസെക്ടോബാക്ടർ ഉണ്ട്, അസോസ്പൈറിലും ഉണ്ട്, റൈസോബിയം ഉണ്ട്, നോൺ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്ന സോയാബീൻ ക്രോപ്സിനകത്ത് റൈസോബിയമാണ് വരുന്നത്. സിംബയോട്ടിക് ബാക്ടീരിയ ആണ് റൈസോബിയം. ഫ്രീ ലീവിങ് ആണ് അസോസ്പൈറിലം. നോൺ സ്റ്റോക്ക് ഒക്കെ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ അകത്താണ് ഉൾപ്പെടുന്നത്.